നടനായും നിർമ്മാതാവായും മലയാള സിനിമാ ലോകത്ത് പ്രമുഖ സാന്നിധ്യമായി മാറാൻ മണിയൻ പിള്ള രാജുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മകൻ നിരഞ്ജനും ഇന്ന് അഭിനയ രംഗത്ത് സജീവമാണ്. കരിയറിലെ തുടക്കകാലം മണിയൻ പിള്ള രാജുവിനെ സംബന്ധിച്ച് പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. അവസരങ്ങൾ തേടി നടന്ന് ഒരുപാട് തവണ അലയേണ്ടി വന്നിട്ടുണ്ട്. തൻ്റെ സ്കൂൾ പഠനകാലത്തെക്കുറിച്ചും കരിയറിലെ തുടക്ക നാളുകളെക്കുറിച്ചും സംസാരിക്കുകയാണ് ഇപ്പോൾ മണിയൻ പിള്ള രാജു. നടി മല്ലിക സുകുമാരനും താനും ഒരു സ്കൂളിൽ പഠിച്ചവരാണെന്ന് മണിയൻ പിള്ള രാജു പറയുന്നു. മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ചവരാണ്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വരാത്തപ്പോൾ മോണിറ്ററായിട്ട് അടുത്ത ക്ലാസ്സിലെ മല്ലികയാണ് വരുന്നത്. അന്ന് മോഹമല്ലിക എന്നാണ് പേര്. കൈനിക്കര ഫാമിലിയിൽ നിന്നും വരുന്നതിൻ്റെ എടുപ്പും ജാടയും ഒക്കെ ഉണ്ട്. എല്ലാവരെയും ഒരു പുച്ഛം. പഠിക്കാൻ മിടുക്കി, പാടാൻ അറിയാം, എന്തുകൊണ്ടും ടോപ്പാണ് അവിടെ. ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുന്നതിനാൽ മല്ലിക എൻ്റെ പേരെഴുതി വെച്ച് അടി വാങ്ങിച്ചു തരും. പെൻസിൽ, കളർ പെൻസിലുമൊക്കെ മറ്റേ പിള്ളേർ കൈക്കൂലി കൊടുക്കും. ഞാൻ കൊടുക്കാത്തത് കൊണ്ടാണ് എൻ്റെ പേരെഴുതുന്നതെന്ന് ഞാൻ പറയുമായിരുന്നു. എന്നാലും നമുക്കൊരു ആരാധന ഉണ്ടായിരുന്നു. കഥാപ്രസംഗമുണ്ട്, ഗംഭീരമായി പാടും. നല്ല കലാകാരിയായതിനാൽ അന്നേ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നെന്ന് മണിയൻ പിള്ള രാജു ഓർത്തു. സിനിമാ ലോകത്ത് അവസരങ്ങൾ തേടി നടന്ന കാലത്തെക്കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചു. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ശേഷം ചാൻസിന് വേണ്ടി കോടമ്പക്കത്ത് വന്ന് താമസിക്കുന്നു. ആദ്യം വിൻസെന്റ് മാഷിനെ കാണാൻ പോയി. പുള്ളിയുടെ വീട്ടിൽ പോയപ്പോൾ ഭാര്യയുമായി എന്തോ വഴക്ക് നടക്കുകയാണ്. ഞാൻ വീടിന്റെ നടയിൽ ചെന്നപ്പോൾ 2 ദോശയും 1 പ്ലേറ്റും എൻ്റെ തലവഴി പോയി. സാർ ഇറങ്ങി വന്നു. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ സുധീർ കുമാർ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ് സാർ, പുതിയ ആൾക്കാരെ വെച്ച് പടമെടുക്കുന്നു എന്നറിഞ്ഞെന്ന് പറഞ്ഞു. അതൊന്നും ഇവിടെ ഇല്ല, പോകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സ്റ്റുഡിയോയിലും പോയാൽ അകത്തേക്ക് വിടില്ല. അത് കഴിഞ്ഞ് ഞാൻ മലയാളത്തിൽ ഒരു പ്രശസ്ത നടിയുടെ വീട്ടിൽ പോയി. അവരുടെ ഭർത്താവ് സംവിധായകനാണ്. അവരുടെ വീട്ടിൽ ചെന്ന് തട്ടി. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. ശബ്ദം കേട്ട് തുറന്നു നോക്കിയപ്പോൾ ഭർത്താവ് അവരെ കുനിച്ചു നിർത്തി ഇടിക്കുന്നു. പെട്ടെന്ന് എന്നെ കണ്ടു. എന്താ വേണ്ടെന്ന് ചോദിച്ചു. അവസരത്തിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അതിനിങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു.